അപ്പോൾ നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ആളാണെങ്കിൽ നമ്മൾ എന്തായാലും പോയി നിൽക്കും. അങ്ങനൊരു കാര്യമാണ് ഇവള് ചെയ്തോളൂ. ഇവള് ചെയ്തിട്ട് ആശുപത്രിയിൽ വന്ന് നിന്നു. പിറ്റേ ദിവസം വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് അപ്പോഴാണ് ഈ എക്സാം നടക്കുന്ന ടൈം അപ്പോഴാണ്. ഈ എക്സാമിൻ്റെ ടൈമിലാണ് അവരിങ്ങനെ ടോർച്ചർ ചെയ്ത് ഇവളെ ഒട്ടും പഠിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിലേക്കായി. അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഭയങ്കര പ്രശ്നമായി. നീ എന്തിനാ പോയേ, നീ എന്തിനാ അവനെ കാണാൻ പോയേ? അപ്പം ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞു. കാരണം എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഒരാളെ ആംബുലൻസിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ആംബുലൻസ്. എനിക്ക് ആ സമയത്ത് സത്യം പറഞ്ഞാൽ കയ്യും കാലൊക്കെ വിറയ്ക്കുക. എൻ്റെ ഏട്ടൻ്റെ ആ സമയത്ത് സാഹചര്യവും ആ സമയത്ത് കോലം ഒന്നയച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കഴിക്കാൻ പറ്റണമില്ല, ഒന്നുമില്ലാത്തൊരു സാഹചര്യം. എനിക്ക് ഭയങ്കര വിഷമമായിട്ട് വയ്യ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചു. നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു. പിന്നെ ചിറ്റ അവരെയൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ പറയാണ്, ഞാൻ നിൻ്റെ ഡ്രസ്സും തുണിയും എല്ലാം ഒരു ബാഗിലിട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം പുറത്തിറക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്തോണ്ട് നീ അവൻ്റെ വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമമായിട്ട് വയ്യ. കാരണം അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. അതെല്ലാം കഴിഞ്ഞ് ഒരു പ്രകാരത്തിൽ അമ്മച്ചി കുറച്ച് ഫുഡ് കൊണ്ടുവന്നു. അത് ഏട്ടൻ കഴിച്ച് അവർ രണ്ടുപേരും കഴിച്ചതിന് ശേഷമുള്ള ഫുഡ്. കാരണം ഞാൻ പുറത്തായിരുന്നു, രോഗിയുടെ അടുത്ത് ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ, അമ്മച്ചിയായിരുന്നു നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തായിരുന്നു. അതായത് ഒരു മണിക്കൂറോളം ഞാൻ പുറത്തായിരുന്നു, രാത്രി വരെ. അങ്ങനെ പുള്ളിക്കാരത്തിനെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനും കുറേ കൺവീനിയൻസ് ചെയ്യാൻ കുറേ നേരം ഞാൻ ശ്രമിച്ചു. പക്ഷെ അവർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കണില്ല, എന്ത് ചെയ്താൽ അതിനകത്തേക്ക് വന്നില്ല. അങ്ങനെ ഏട്ടൻ, അതായത് ഈ മനുഷ്യൻ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. വയ്യാത്ത മനുഷ്യനാണെന്ന് ആലോചിക്കണം. ഇതിന് വയ്യാഞ്ഞിട്ട് ചിറ്റേനെ വിളിച്ചു. എൻ്റെ സൗണ്ട് പോലും ക്ലിയർ ആവാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ പറ 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 പറയാന്ന് എനിപ്പോഴും അങ്ങനെയൊന്നും കറക്റ്റായിട്ട് ആയിട്ടില്ല. എൻ്റെ ബോഡിയോ എൻ്റെ സൗണ്ടോ എൻ്റെ ഒരു എന്താ പറയുക ആ പണ്ടത്തെ ഒരു എനർജിയോ ഒന്നും കറക്റ്റായിട്ട് ഇപ്പോഴും ശരിയായി വന്നിട്ടില്ല. അത് ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്ററാണ്. അങ്ങനെ ഇതിന് പറ്റണ രീതിക്ക് മാക്സിമം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ ആ വീട്ടിലിട്ടൊന്ന് എന്താ എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഇതിൽ ഇത് മാക്സിമം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ അവർക്കൊന്ന് മനസ്സിലായി, ഒന്ന് ഒതുങ്ങി. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ വീട്ടിലോട്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അമ്മച്ചി എനിക്ക് പൈസ, അതായത് എൻ്റെ അമ്മ എനിക്ക് പൈസ തന്നിട്ട് എന്നെ ബസ്സിൽ കയറ്റി വരെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പെരുമ്പാവൂർ വന്ന് ഇറങ്ങി. അവിടെ നിന്ന് വീട്ടിലോട്ട് പോവാണ്.